അങ്ങ് പോലെ ഇന്നയോളം ആരുമെന്നെ സ്നേഹിച്ചില്ലയേ. അങ്ങ് പോലെ ഇന്നയോളം ആരുമെന്നെ സ്നേഹിച്ചില്ലയേ. നിൻ ജീവനേക്കാൾ എന്നെ സ്നേഹിച്ചു. നിൻ ജീവനായി മാറ്റി എന്നെ നീ. നിൻ ജീവനേക്കാൾ എന്നെ സ്നേഹിച്ചു. നിൻ ജീവനായി മാറ്റി എന്നെ നീ. ഇത്രമേ 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 സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 9-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. യേശു കർത്താവ് ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ, ഒരു ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ഊമൻ സംസാരിച്ചു. അപ്പോൾ പല പ്രശ്നങ്ങളുടെയും കാരണം ദുരാത്മാക്കളാണ്. ഈ മനുഷ്യൻ സംസാരിക്കാതെ വന്നത് ഒരു പൈശാചികമായ അറ്റാക്ക് കൊണ്ടാണ്. നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും പിൻപിൽ ചിലപ്പോൾ ചില പൈശാചിക അറ്റാക്കുകളായിരിക്കാം. അതിൽ നിന്നൊരു വ്യക്തി പുറത്താകുന്നത് കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടൊന്നുമല്ല. യേശുവിലൂടെ മാത്രമേ പൈശാചിക മണ്ഡലങ്ങൾ തകരപ്പെടുത്തുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിനകത്തോ തലമുറയുടെ അകത്തോ തുടർമാനമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പിൻപിൽ ചിലപ്പോൾ പൈശാചികമായ തന്ത്രങ്ങളാണെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ മാനുഷിക ശക്തികൾക്ക് കഴിയത്തില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വന്നാൽ ഉറപ്പായിട്ടും കർത്താവ് ദുഷ്ട ആത്മാവിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഇതൊരു അത്ഭുതമാണ്. ഇതൊരു ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പറയുമെങ്കിലും ഇതൊരു മതമൊന്നുമല്ല. മനുഷ്യനെ വിടുവിക്കുന്ന ദൈവശക്തിയാണ് സുവിശേഷം. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്, രക്ഷിക്കുന്ന ശക്തിയാണ്, സൗഖ്യമാക്കുന്ന ശക്തിയാണ്, വിടുവിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നും പുറത്തു വരുവാൻ ദൈവം മനുഷ്യർക്ക് നൽകിയ ഏക മാർഗമാണ് യേശു, സുവിശേഷം. ഈ ഭൂതം പിടിച്ച മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ സംസാരിക്കാൻ കഴിയാതാക്കിയ സ്പിരിറ്റിനെ കർത്താവ് ശാസിച്ചു. അപ്പോൾ അവൻ സംസാരിച്ചു. നിങ്ങൾ കർത്താവിലേക്ക് വരുമ്പോൾ അദൃശ്യമായ ചിലതിനെ കർത്താവ് ശാസിക്കും. നിങ്ങളുടെ കുടുംബത്തെയൊക്കെ തകർത്ത് കളയുന്ന ചില അദൃശ്യ മണ്ഡലങ്ങളെ ദൈവം ശാസിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ ചില പ്രത്യക്ഷമായ ചില പ്രതിസന്ധികൾ മാറും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന വാക്ക് അതിൻ്റെ അടുത്ത വാക്കാണ്. ഇസ്രായേലിൽ ഒരു നാളും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഇതൊക്കെ. യേശുവിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നടക്കും. യേശുവുമായിട്ടുള്ള ജീവിതം അത്ഭുതത്തിൻ്റെ ജീവിതം. യേശുവുമായിട്ടുള്ള ജീവിതം അതിശയത്തിൻ്റെ ജീവിതമാണ്. രോഗം മാറുന്നു, കടം മാറുന്നു, ബന്ധനം ഒഴിയുന്നു. ഇത് മാത്രമല്ല,
ജീവിതത്തിൻ്റെ അകത്ത് ഒരർത്ഥം ലഭിക്കുന്നത്, നാളെക്കുറിച്ചൊരു ലക്ഷ്യം ലഭിക്കുന്നത്, ജീവിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് യേശുവിൻ്റെ അടുക്ക് വരുമ്പോഴാണ്. ആമേൻ. പ്രത്യാശയുണ്ടാവും, പ്രതീക്ഷയുണ്ടാവും. ദൈവം എന്ന് നിങ്ങളോട് പറയുന്നു, കാണാത്ത അത്ഭുതങ്ങൾ, മറ്റാർക്കും നടക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ കാണാനും അനുഭവിക്കാൻ പോവുകയാണ്. എന്തോ ഈ വചനം പങ്കുവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന വാക്യതായിരുന്നു, കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ജനം പറയും, ഇതെങ്ങും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ജനം അതിശയിക്കും. യേശുവുമായുള്ള ജീവിതത്തിലാണ് ഈ അതിശയിക്കും, വിസ്മയിക്കും, ആശ്ചര്യപ്പെടും എന്നൊക്കെ വാക്കുകൾ നമ്മൾ കാണുന്നത്. ഈ ലോകത്തിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യ സൃഷ്ടിയാണ്, ഒരു നിർമ്മിതിയാണ്. അതിനകത്തൊന്നും ഒത്തിരി ആശ്ചര്യപ്പെടാനില്ല. വെറുതെ എന്നൊക്കെ നമുക്ക് വെക്കാന്നല്ലാതെ അതിനകത്തൊന്നും വലിയ ആശ്ചര്യങ്ങളില്ല. പക്ഷെ സത്യമായി പറയാം, യേശുവുമായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യങ്ങളുണ്ടാകും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കും. തിരുവചനം പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം മൂലക്കല്ലാക്കി. ഇത് ദൈവത്താൽ സംഭവിച്ചു. കർത്താവ് അങ്ങനെ ചില കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അനേകർ ആശ്ചര്യപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. യേശു എന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ, പരിശുദ്ധാത്മാവെ, കർത്താവെ, ആരിലും കാണാത്ത വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതിന് നന്ദി പറയും. യേശു വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഇവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായ ദുരാത്മ മണ്ഡലങ്ങളെ കർത്താവെ അങ്ങിന്ന് പകൽ ശാസിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ, കർത്താവ് അതിലൂടെ അവർ വലിയ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ വചനത്തെ സ്വീകരിക്കുന്നു. ഇതുവരെ ആർക്കും നടക്കാത്ത അത്ഭുതകരമായ അനുഭവങ്ങൾ ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ലൈഫിൽ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുപ്പ, വലിയ കാര്യങ്ങൾ നടക്കണമേ. കർത്താവേ, സ്തോത്രം. ചില പൈശാചിക മണ്ഡലങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനായി നന്ദി. അല്ല കർത്താവ്, പൈശാചികമായ എല്ലാ സ്വാധീനങ്ങളും ഈ വ്യക്തിയെ വിട്ട്, ഈ കുടുംബത്തെ വിട്ട് മാറിപ്പോകട്ടെ. ഇത് മുഴുവൻ ദൈവാധിപത്യത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലാകട്ടെ. അങ്ങനെ ഇവർ ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ കാണട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. ഈ വചനം കേൾക്കുമ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ചില പ്രത്യക്ഷമായ തെളിവുകൾ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവ് ഈ കുടുംബത്തിനകത്ത് അദൃശ്യമായ ചിലതിനെ പൊട്ടിച്ച് ചില പ്രത്യക്ഷമായ വിടുതലുകൾ ഇവർക്ക് ചെയ്യുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.